അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 7 തസ്കിയത്തുൽ വിൽദാനിൻ്റെയും തജ്വീദുൽ ഖുർആനിൻ്റെയും മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൽ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ, കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ്റെ നേരെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിയായതിൻ്റെ നേരെയാണ് നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കേണ്ടത്. 1. ഉമൈർ റളിയല്ലാഹു അൻഹു ഷഹീദായ യുദ്ധം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ബദർ, ഉഹദ്, ഖന്ദഖ്. ശരി ഉത്തരം ബദർ. 2. രണ്ടാമത്തെ ചോദ്യം, ഷെയ്ഖ് സൈനുദ്ദീനിൽ മഹദൂമിൽ കബീർ റളിയല്ലാഹു അൻഹു രചിച്ച ഗ്രന്ഥം. ഓപ്ഷൻസ് ഫതുൽ മുഈൻ, ഹിദായത്തുൽ അദ്കിയ, റിയാദുസ് സ്വാലിഹീൻ. ശരി ഉത്തരം ഹിദായത്തുൽ അദ്കിയ. മൂന്നാമത്തെ ചോദ്യം, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജനിച്ച വർഷം. ഓപ്ഷൻസ് ഹിജ്റ 118, ഹിജ്റ 204, ഹിജ്റ 150. ശരി ഉത്തരം ഹിജ്റ 150. 4. ചേർത്തി ഓതലാണ് കൂടുതൽ ഉത്തമം. ഓപ്ഷൻസ് ജീം, സില, ഖില. അതിൽ ഏതാണ് ഈ പറഞ്ഞതിന് ശരിയായത്? ഓപ്ഷൻ സില. അപ്പം അതിൽ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. 5. റായിനെ തർക്കീക്ക് ചെയ്യണം. റായിനെ നമ്മൾ എപ്പോഴാണ് തർക്കീക്ക് ചെയ്യുക? ഓപ്ഷൻ ഖസറായാൽ, ഫത്ഹായാൽ, ലൊമ്മായാൽ. ഫത്ഹായാലും ലൊമ്മായാലും നമ്മൾ തഫ്ഹീമാണ് ചെയ്യുന്നത്. അപ്പോൾ ശരി ഉത്തരം ഏതാണ്? റായിന് കിസറായാൽ നമ്മൾ ചെയ്യുന്നത് തർക്കീക്ക്. അപ്പോൾ ശരി ഉത്തരം ഖസർ. 6. ശബ്ദത്തോടൊപ്പം കാറ്റുണ്ടാകാതിരിക്കൽ. ഓപ്ഷൻസ് ഷിദ്ദ, ഹംസ്, ജഹർ. ശരി ഉത്തരം ജഹർ. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 7. ലഅല്ലല്ലാഹ അയ്യർസുകനിയ ഷഹാദ. അതിന് ശരിയായത് ഡി, ഉമൈർ ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 8. അദ്ഹബു മഹ സ്വഹാബതി വത്താബിഈൻ. അത് ശരിയായത് എ, അബ്ദുല്ലാഹി ബിനുൽ മുബാറക് റളിയല്ലാഹു അൻഹു. 9. ഹാദാ വല്ലാഹിൽ മുൽക്ക്. അതിന് ശരിയായത് ഇ, ഉമ്മു വലദി ഹാറൂന റഷീദ്. 10. മാ ഹുവ ഇല്ല മാ റായിത്ത. അതിന് ശരിയായത് ബി, സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 11. അസ്ബഹ്തു മിനദ് ദുനിയ റാഹില. അതിന് ശരിയായത് സി, അൽ ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഇനി അതിലെ മൂന്നാമത്തെ പ്രവർത്തനം, പൂരിപ്പിക്കുക. അപ്പോൾ വിട്ട ഭാഗത്ത് നമ്മൾ എന്താണോ പൂരിപ്പിക്കേണ്ടത് അതാണ് നമ്മളവിടെ എഴുതേണ്ടത്. 12. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഹിജ്റ ഡേഷിൽ വഫാത്തായി. അവിടെ എഴുതേണ്ടത് 181. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ഹിജ്റ 181 വഫാത്തായി. 13. ലാ തത്ലുബൻ ഡേഷ് മൻസില ഇൻ കുൻത തത്ലുബു ഇന്ദനാസിൻ മൻസില. അപ്പോൾ ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് ഇന്ദൽ മുഹൈമിനി. അത് നമ്മുടെ തസ്കിയയിലെ 6ാമത്തെ പാഠം അൽ ഇഖ്ലാസ് എന്ന പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അതിലെ ലാസ്റ്റ് വരിയാണ് നമ്മൾ ആ പാട്ട്. അപ്പോൾ ആ ബെയ്ത്താണ്, ആ ബെയ്ത്ത് എന്നുള്ള വരിയാണ് അത് ചോദിച്ചിരിക്കുന്നത്. ഇനി അതിലെ 14ാമത്തെ നോക്കൂ, വ അദ്ദിമാ അലൈക ഡേഷ് ബില ഇദ്ഖാല നുക്സാനിൻ ഫദാമ കുബില. അവിടെ എന്താണ് നമ്മൾ പൂരിപ്പിക്കേണ്ടത്? മഫ്റൂലുൻ. വ അദ്ദിമാ അലൈക മഫ്റൂലുൻ ബില ഇദ്ഖാലി നുക്സാനിൻ ഫദാമ കുബില. അതാണ് അവിടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. 15. സലാസീല എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ അലിഫിലും ഡേഷിലും ആകാവുന്നതാണ്. അവിടെ പൂരിപ്പിക്കേണ്ടത് സുക്കൂനിലും. സലാസീല എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ അലിഫിലും സുക്കൂനിലും ആകാവുന്നതാണ്. 16. റായിന് മുമ്പുള്ള കസറ് ആരിലോ ഡേഷോ ആയാൽ റായിനെ തഫ്ഹീം ചെയ്യണം. അവിടെ പൂരിപ്പിക്കേണ്ടത് മുൻഫസിലോ. റായിന് മുമ്പുള്ള കസറ് ആരിലോ മുൻഫസിലോ ആയാൽ റായിനെ തഫ്ഹീം ചെയ്യണം. 17. ഖുർആനിൽ ഡേഷ് സ്ഥലങ്ങളിൽ സക്ത ചെയ്ത് ഓതണം. അവിടെ എഴുതേണ്ടത് 4. ഖുർആനിൽ 4 സ്ഥലങ്ങളിൽ സക്ത ചെയ്ത് ഓതണം. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. അപ്പോൾ അതിൽ 18ാമത്തേത് നോക്കൂ, സഅദ് ബിനു അബി വഖാസ് റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്ത സ്ഥലം. ശരി ഉത്തരം ഏതാണ്? ജന്നത്തുൽ ബഖീഅ്. അപ്പം അതിന്റെ ഉത്തരം ജന്നത്തുൽ ബഖീഅ്. 19. അബ്ദുല്ലാഹിബിൻ മുബാറക് റളിയല്ലാഹു അൻഹു ജനിച്ച സ്ഥലം. ഉത്തരം മർവ. 20. അവൻ, അത് എന്നീ അർത്ഥമുള്ള ഹാഇന് പറയപ്പെടുന്ന പേര്. ഉത്തരം ഹാ ഉൽ ലമീർ. 21. വഖഫ് ചെയ്യൽ സുന്നത്ത് മുഅക്കദയാണെന്ന് സൂചിപ്പിക്കുന്ന ചിഹ്നം.
അവിടെ ഉത്തരം ഒരു മീമിന്റെ ചിഹ്നമാണ് നമ്മളവിടെ എഴുതേണ്ടത്. 22. തുടർന്ന് ഓതണമെന്ന ഉദ്ദേശത്തോടെ ശ്വാസം അയച്ച് ഓത്തു നിർത്തുന്നതിന് പറയപ്പെടും. എന്ത്? ഉത്തരം വഖഫ്. 23. നാവിന്റെ മുരടും മദ്യവും അണ്ണാക്കിലേക്ക് ഉയരൽ. ഇത് ഏത് സിഫത്താണ്? ഉത്തരം ഇത്ബാഖ്. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠതകളിൽ 2 എഴുതുക. അതിന്റെ ഉത്തരം: അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും ഒരു വിരോധവുമില്ല. മറ്റുള്ളവർക്ക് അള്ളാഹു നൽകിയതിൽ അദ്ദേഹം അസൂയ വെക്കാറില്ല. ഇനി അടുത്ത ചോദ്യം 25. ഇഖ്ലാസ് എന്നാൽ എന്ത്? അതിന്റെ ഉത്തരം: ആരാധനകൾ കൊണ്ട് തന്റെ സംരക്ഷകനായ ഇലാഹിനോടുള്ള സാമീപ്യമല്ലാതെ മറ്റൊന്നും ഉദ്ദേശിക്കാതിരിക്കലാണ് ഇഖ്ലാസ്. 26. അബ്ദുല്ലാഹിബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യം ഏത് മാർഗത്തിലായിരുന്നു ചെലവഴിച്ചിരുന്നത്? ഉത്തരം: അദ്ദേഹം തന്റെ സമ്പത്ത് മുഴുവൻ അറിവിന്റെ ആളുകൾക്കും ത്യാഗികൾക്കും ആരാധനയിൽ മുഴുകുന്നവർക്കുമായി ചെലവഴിക്കും. ഇനി 27. ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു പറഞ്ഞു? ഉത്തരം: ഓ ഉഖ്ബത്തെ, ഇവ രണ്ടും, അതായത് സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്, ഇവ രണ്ടും കൊണ്ട് നീ അഭയം തേടുക. കാരണം ഒരു അഭയാർത്ഥിയും ഇവയ്ക്ക് തുല്യമായവ കൊണ്ട് അഭയം തേടിയിട്ടില്ല. 28. വമിൻ ശരിയാസിക്കിൻ ഇദാ വഖബ്. ആശയം എഴുതുക. ഉത്തരം: ഇരുളടയുന്ന രാവിന്റെ തിന്മയിൽ നിന്നും ഞാൻ അഭയം തേടുന്നു. 29. വൻഷുർ ലിമാ തഅലമുഹു വഅമൽ ബിഹി. സാരമെഴുതുക. ഉത്തരം: നിനക്കറിയാവുന്ന കാര്യങ്ങൾ നീ പ്രചരിപ്പിക്കുകയും അതുപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്യുക. 30. ക്വസ്റ്റ്യൻ. വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന്റെ തഫ്സീറിൽ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം: അക്ഷരങ്ങളുടെ മഖ്റജും വഖഫും ഇബ്തിദാവും അറിയുക. 31. കൽക്കലത്ത് എന്നാൽ എന്ത്? ഉത്തരം: മഖ്റജിൽ അമർത്തി ഉച്ചരിക്കുന്നതിനാൽ ശബ്ദത്തിന് മുഴക്കം ഉണ്ടാവുന്നു. ഇതാണ് കൽക്കലത്ത്. ഇനി അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. തൽഹിയത്തു റാഫിഇ വ സമുറത്ത് റളിയല്ലാഹു അൻഹുമാ ഫി ഉഹദ്. അതായത് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ, ഉഹദിൽ റാഫി റളിയല്ലാഹു അൻഹുവിന്റെയും സമുറത്ത് റളിയല്ലാഹു അൻഹുവിന്റെയും ത്യാഗം അല്ലെങ്കിൽ സമർപ്പണം. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ 5 വരിയിൽ കുറയാതെ എഴുതേണ്ടത്. അപ്പൊ നമുക്കതിനെ പറ്റിയൊന്ന് നോക്കാം. ഉഹദ് സൈന്യത്തിൽ കുട്ടികളും ഉണ്ടായിരുന്നു. സനിയ എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൈനിക പരിശോധന നടത്തുകയും ചെറിയവരെ തിരിച്ചയക്കുകയും ചെയ്തു. തിരിച്ചയക്കപ്പെട്ടവരിൽ റാഫി ഇബ്നു ഖദീജ് റളിയല്ലാഹു അൻഹു എന്നവരും സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു എന്നവരും ഉണ്ടായിരുന്നു. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു, റാഫി എന്നവർ നല്ല അമ്പെയ്ത്തുകാരനാണെന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് അംഗീകാരം നൽകി. അപ്പോൾ സമുറത്ത് എന്നവർ കരഞ്ഞു പറഞ്ഞു, അവനേക്കാൾ ഗുസ്തിപ്പയറ്റിന് കഴിയുന്നവൻ ഞാനായിരിക്കെ തിരുനബി എന്നെ തിരിച്ചയക്കുകയും അവന് അംഗീകാരം നൽകുകയും ചെയ്തു. അപ്പോൾ അവരോട് 2 പേരോടും ഗുസ്തി പിടിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും സമുറത്ത് റളിയല്ലാഹു അൻഹു വിജയിക്കുകയും അതിനാൽ അദ്ദേഹത്തിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മതം നൽകുകയും ചെയ്തു. അപ്പൊ ഇത്ര ഭാഗമാണ് നമ്മൾ അതിന്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. അതിൽ 33. തഫ്ഹീമുർ റാഇ വത്തർക്കീഖ്. അപ്പൊ റായിന്റെ തഫ്ഹീമും തർക്കീഖും അതിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ നമുക്കതൊന്ന് നോക്കാം. ഉത്തരം: റായിനെ തഫ്ഹീമും തർക്കീഖും ചെയ്യേണ്ട സന്ദർഭങ്ങൾ താഴെ പറയുന്നവയാണ്. 1. റായിന് ഫതഹോ ലൊമ്മോ ആയാൽ തഫ്ഹീം ചെയ്യണം. 2. സുക്കൂനുള്ള റായിന് മുമ്പ് ഫതഹോ ലൊമ്മോ ആയാലും തഫ്ഹീം ചെയ്യണം. 3. റായിന്റെ ഹറക്കത്ത് കസറായതിനാൽ തർക്കീഖ് ചെയ്യണം. 4. സുക്കൂനുള്ള റായിന് മുമ്പ് കസർ വന്നതിനാൽ തർക്കീഖ് ചെയ്യണം. 5. സുക്കൂനുള്ള റായിന് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരമാവുകയും അതിനു മുമ്പ് ഫത്ഹോ ലൊമ്മോ ആവുകയും ചെയ്താൽ റാ തഫ്ഹീമായി ഉച്ചരിക്കണം. 6. സുക്കൂനുള്ള റായിന് മുമ്പ് കസറാണെങ്കിലും ശേഷം ഇസ്തിഗ്ലാഇന്റെ അക്ഷരം വന്നതിനാൽ തഫ്ഹീം ചെയ്യണം. 7.
റായിന് മുമ്പുള്ള കസർ ആരിലോ മുൻഫസിലോ ആയാലും തഫ്ഹീം ചെയ്യണം. 8. സുക്കൂനുള്ള റായിന് മുമ്പ് സുക്കൂനുള്ള യാവ് വന്നാൽ തർക്കീക്ക് ചെയ്യണം. 9. സാക്കിനായ റായിന് മുമ്പ് യാ അല്ലാത്ത സുക്കൂനുള്ള അക്ഷരവും അതിനു മുമ്പ് കസറും വന്നാൽ തർക്കീക്ക് ചെയ്യണം. റായിന്റെ തഫ്ഹീമും തർക്കീക്കും നമ്മൾ പഠിക്കുന്നത് നമ്മുടെ തജ്വീദുൽ ഖുർആനിലെ 7ാമത്തെ പാഠമുണ്ട്. ആ 7ാമത്തെ പാഠത്തിലാണ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഉദാഹരണങ്ങളും ആ പാഠത്തിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ ആ പാഠം ഒന്ന് നിവർത്തി നോക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഉദാഹരണങ്ങളും മനസ്സിലാവും. അപ്പോൾ കൂട്ടുകാർക്ക് ഈ സബ്ജക്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത സബ്ജക്റ്റുമായിട്ട് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.